ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വീണ ഒരു പക്ഷിക്ക് ഫയർഫോഴ്സ് ജീവനക്കാരൻ CPR നൽകി രക്ഷപ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മുക്കം ഫയർഫോഴ്സിലെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറും മുക്കം അഗസ്ത്യമുഴി സ്വദേശിയുമായ ജയഗീഷ് എന്നാണ് ഈ പക്ഷിയെ രക്ഷിച്ചത്. ഈ നല്ല കാഴ്ചകളോടുകൂടി പകൽ വാർത്ത ആരംഭിക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല. കേസ് NIA കോടതിയിലേക്ക്. ജാമ്യ ഹർജി പരിഗണിക്കാൻ അധികാരമില്ലെന്ന് സെഷൻസ് കോടതി. ക്രൈസ്തവ വേട്ട ആരോപിച്ച് സഭകളുടെ പ്രതിഷേധം. രാജ്ഭവനിലേക്ക് കോൺഗ്രസ് മാർച്ച്. കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് തള്ളി ഹിന്ദു ഐക്യവേദി. കൃത്യമായി പരിശോധന നടത്താൻ കഴിയുന്ന സ്ഥലം എവിടെയാണോ അവിടെ നടത്താം എന്നൊരു ധാരണയിലെത്തിയതും ഇപ്പോൾ 11-ാം നമ്പർ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതും ഇന്ന് ഏതായാലും നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സൂചന. ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾക്കായുള്ള പരിശോധന നിർണായക ഘട്ടത്തിൽ. സാക്ഷിയുമായി വനത്തിൽ മണ്ണ് നീക്കി തെരച്ചിൽ. കുഴിച്ചിട്ട 3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന. റഷ്യയുടെ കിഴക്കൻ തീരത്ത് അതിശക്തമായ ഭൂകമ്പത്തിന് പിന്നാലെ സുനാമി. റിക്ടർ സ്കെയിലിൽ 8.7 തീവ്രത. ഹവായ് ദ്വീപിലും ജപ്പാനിലും സുനാമി തിരമാലകൾ. ഫുകുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു. ചേർത്തലയിൽ മൃതദേഹാവശിഷ്ടം കിട്ടിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. 3ാമതൊരു സ്ത്രീയെ കാണാതായതായും അന്വേഷണ പരിധിയിൽ. ചേർത്തല സ്വദേശി ഐഷയുടെ തിരോധാനം 13 വർഷം മുമ്പ്. കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനുമായി ഐഷ സ്ഥലമിടപാട് നടത്തിയെന്ന് സൂചന. വയനാട് ദുരന്തത്തിന് ഒരാണ്ട്. ഉരുൾപൊട്ടലിന്റെ ഞെട്ടൽ മാറാതെ മുണ്ടക്കയും ചൂരൽമലയും. പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം. സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയുമായി അനുസ്മരണം. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനായെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളുടെ നിലപാട് അനുകൂലമെന്ന വിശദീകരണം. മോചനത്തിനായുള്ള ശ്രമം തുടരുന്നു. വിശദമായി നോക്കാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ കേസ് NIA കോടതിയിലേക്ക്. ജാമ്യത്തിനായി കന്യാസ്ത്രീകൾ ദുർഗ് സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും ഇടപെടാൻ അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അപേക്ഷ പരിഗണിച്ചില്ല. ഇതോടെ കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെ തുടരും. ജാമ്യം ലഭിക്കാതിരുന്നതോടെ ദുർഗ് സെൻട്രൽ ജയിലിന് പുറത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. അറസ്റ്റിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാണ്. പാർലമെന്റിലെ ഗാന്ധി കവാടത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചു. 3 ladies with another bunch of ladies, they should not be manhandled and treated like this. And you cannot just accuse people of things that they are not doing. Frankly, the government doesn't take action on anything except their publicity, their PR, and when elections are coming, what face they want to show to the public. ബജ്രംഗ് ദളിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അറസ്റ്റെന്നും കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. We thought that police will came and rescue them because last Christmas period, I am also remembering the last Christmas period, our Honorable Prime Minister went to CPCI headquarters and he given a big bhashan and he given full promises to protect minority rights and Christians' rights. In Kerala, madam, our BJP friends, they used to go to Christmas time with a cake. They used to go to Christmas cake. But now what is happening? Last 5 days, these 2 innocent nuns are in jail. Without any reason. Without any reason. What a cruelty this is. If the country is a banana republic, without any reason you are keeping them in the jail. That minorities are there, that are also they are women.
കന്യാസ്ത്രീകളെ കാണാൻ ഇന്നലെ അനുമതി ലഭിക്കാതിരുന്ന ഇടത് എംപിമാരുടെ സംഘം ദുർഗിലെ ജയിലിലെത്തി കൂടിക്കാഴ്ച നടത്തി. यहाँ एक नकली बनाए गए केस के ऊपर 2 सिस्टर्स, 2 नन्स जो सालों से गरीबों के बीच रहकर काम कर रहे हैं, ये छत्तीसगढ़ गवर्नमेंट और बीजेपी की संकीर्ण एजेंडा के तहत आज जेल में डाले गए हैं. उनकी तबीयत भी खराब है, उनकी आर्थराइटिस है, बुखार है, उनको जमीन पर सुलाया जा रहा है. इंडिया न्यूज़ थोड़ा नीचे. और आज ये हालत है छुप रहा है कि ये नन्स को ये सवाल पूछना पड़ रहा है कि उनके ऊपर बजरंग दल वालों ने आरोप लगाया कि वो विदेशी हैं. പാർലമെന്റിന് പുറമെ കേരള രാജ്ഭവനിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ബിജെപി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് മാർച്ച് ബിജെപി സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്ക് എതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന കടന്നു വരികയാണ്. KPCCയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ സണ്ണി ജോസഫ് MLA, വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് വൈകിട്ട് മാർച്ച് നടത്തും. അറസ്റ്റിനെതിരെ കടുത്ത വിമർശനവുമായി മലങ്കര കത്തോലിക്ക സഭയും KCBCയും രംഗത്ത് വന്നു. ഈ സിസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, അവർ ജയിലിലാണ്, ജാമ്യം ലഭിച്ചിട്ടില്ല. ഇതൊരു മാനദണ്ഡമായിരിക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി. അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം, പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാഹോദര്യത്തിന്റെ പൂർണ്ണത പറയാൻ കഴിയുക? അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. MG മിഥുനും ഡാൻ കുര്യനുമാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുക. ആദ്യം MG മിഥുനിലേക്ക് പോവുകയാണ്. മിഥുൻ, പ്രതിഷേധം ഒരു വശത്ത് കനക്കുമ്പോൾ ഇവിടെ ഏറെ നിർണായകമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ന് ജാമ്യം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പോലും സെഷൻസ് കോടതി തയ്യാറായില്ല എന്നതാണ് സാഹചര്യം. അതിനപ്പുറം ഈ കേസ് NIA കോടതിയിലേക്ക് എത്തുന്നു എന്നതാണ്. ഈ കേസിന്റെ മാനം തന്നെ മാറുന്ന ഒരു സാഹചര്യം. ഒരു പക്ഷേ ഇനി ഈ നിയമ നടപടി കൂടുതൽ കടുക്കുമ്പോൾ, NIAയുടെ പരിധിയിലേക്ക് ഈ അന്വേഷണം എത്തുമ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത അത് കൂടുതൽ ഇല്ലാതാകുന്ന ഒരു പശ്ചാത്തലമാണോ? കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണോ? അതെ, തീർച്ചയായും കൂടുതൽ സങ്കീർണമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കേസിന് പുതിയൊരു മാനം കൈവന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്ന് ഈ കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ തന്നെ തുടക്കത്തിലെ തന്നെ കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം, ഇത് തൻ്റെ കോടതിയിൽ പരിഗണിക്കാൻ കഴിയുന്ന കേസല്ല, ഇത് തൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളൊരു നിലപാടായിരുന്നു ഇന്ന് സെഷൻസ് കോടതി സ്വീകരിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ അതുകൊണ്ട് തന്നെ മേൽക്കോടതിയെ സമീപിക്കുക. സ്വാഭാവികമായും ഈ കേസിൽ കുറ്റം ചാർത്തിയിട്ടുള്ള വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലെ 143 വകുപ്പ്, മനുഷ്യക്കടത്തടക്കമുള്ള പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അത് NIAയുടെ പരിധിയിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ NIA കോടതിയിലേക്ക് ഇതിന്റെ നടപടിക്രമങ്ങൾ മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി അത് മുന്നോട്ട് വെക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ ഈ ഒരു പ്ലീയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുകയും ചെയ്തത്. പിന്നീട് കോടതി ഈ ഒരു ഹർജി തള്ളുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ ബിലാസ്പൂരിലെ NIA കോടതിക്ക് കൈമാറുകയും ചെയ്തു. അതായത് സ്വാഭാവികമായും മനുഷ്യക്കടത്തടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ NIA ഈ കേസിന്റെ ഭാഗമാവുകയും ചെയ്യും. ഉടൻ തന്നെ NIA ഇതിന്റെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യും. ഇത് മുന്നിൽ കണ്ടുകൊള്ളൊരു നീക്കമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ളൊരു നിർദ്ദേശവും സെഷൻസ് കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം NIAയുടെ ബിലാസ്പൂരിലെ ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന NIA കോടതിയിലേക്ക് ഈ കേസ് മാറുമ്പോൾ അതിന് മറ്റൊരു മാനം കൂടി കൈവരികയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നടപടിക്രമങ്ങൾ ഇതിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ അന്വേഷണം അടക്കം NIA-യുടെ ഭാഗത്തേക്ക് പോവുകയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ സമയം ഇനി ഈ കന്യാസ്ത്രീകളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് എടുക്കുമെന്നുള്ള കാര്യമാണ് വസ്തുതയായി നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ പ്രതിഷേധവും കനക്കുകയാണ്. കാരണം ഇന്ന് നാടകീയ രംഗങ്ങൾ ആയിരുന്നു ഈ ദുർഗ് കോടതിക്ക് മുന്നിൽ അരങ്ങേറുകയും ചെയ്ത പ്രതിഷേധ പ്രകടനവുമായി ബജ്രംഗ് ദൾ പ്രവർത്തകർ എത്തുകയും ഒപ്പം തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് ഈ കേസ് വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ അഭിഭാഷകരെത്തി ഈ കേസ് പരിഗണനയ്ക്ക് വന്നിട്ടില്ല, ഒപ്പം തന്നെ ജാമ്യം നിഷേധിച്ചു എന്നടക്കമുള്ള ചില അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് കോടതിയുടെ ചില പരാമർശങ്ങൾ വരികയും ചെയ്ത് പിന്നീട് ഈ കേസ് തള്ളിയതുമായി ബന്ധപ്പെട്ട് അവർ ആഹ്ലാദ പ്രകടനം നടത്തി വലിയ രീതിയിൽ ആഘോഷിക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ വലിയ പ്രതിഷേധം ഈ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നു വരികയും ചെയ്തു. സമാനമായ പ്രതിഷേധം ഇന്നലെയും പാർലമെന്റ് ഉണ്ടായിരുന്നു. ഇന്നും പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എംപിമാർ ഇന്ന് പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷം രാജ്യസഭയിൽ ഈ ഒരു വിഷയം ഉയർത്തുകയും വലിയ ബഹളമായതിനെ തുടർന്ന് രാജ്യസഭ 12 മണി വരെ നിർത്തിവെച്ച ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പിന്നീട് ലോക്സഭയിൽ KC വേണുഗോപാലും ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ള എംപിമാർ ഈ വിഷയം ഉന്നയിക്കുകയും ഒപ്പം തന്നെ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് അന്യായമായാണ് രണ്ട് കന്യാസ്ത്രീകളെ ഈ തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്നത്. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം അത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ചാർത്തിയതാണ്. അതിന് ഉടൻ തന്നെ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം, നീതി ഉറപ്പാക്കണം. കൂടാതെ തന്നെ കഴിഞ്ഞ ക്രിസ്മസിന് BJP നേതാക്കൾ ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ കേക്ക് കൊണ്ടുകൊടുത്ത് കാണിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കേക്ക് കൊടുത്തവരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നുള്ള ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടി KC വേണുഗോപാലിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ BJP കേന്ദ്ര നേതൃത്വം ഈ ഒരു വിഷയത്തിൽ ഇതുവരെയും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാന അധ്യക്ഷനെതിരെ വ്യാപകമായ വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് അനൂപ് ആന്റണി അടക്കമുള്ള നേതാക്കൾ ഈ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തുകയും ഇതിന് അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ പറയുകയും ചെയ്തതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഹിന്ദു ഐക്യവേദിയും ഒപ്പം തന്നെ മറ്റ് സംഘടന RSS ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരികയാണ്. സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതായത് എന്തിനാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്ന കേസിനെ കേരളത്തിലെ BJP അതിനെ നോക്കിക്കാണുന്നത്, ഒപ്പം തന്നെ ഈ പ്രീണനവുമായി മുന്നോട്ട് പോകരുത്, ഈ കേസിൽ ഇടപെടരുത് എന്നടക്കമുള്ള കൃത്യമായ നിർദ്ദേശം കൂടി RSS മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ വ്യാപകമായ പ്രതിഷേധത്തിനിടയിലും BJP ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കേസിൽ കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെ തുടരുമെന്നുള്ളത് തന്നെയാണ് കന്യാസ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടായിരിക്കുന്ന വലിയ തിരിച്ചടികൾ തന്നെയാണ്. ഇനി NIA തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ജയിലിൽ തന്നെ കന്യാസ്ത്രീകൾ തുടരണം എന്നതാണ് ഈ വിഷയത്തിലെ ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ട്, സഭകളുടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ വലിയ പ്രതിഷേധമുണ്ട്. അതിനിടയിലാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക പോലും ചെയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനപ്പുറം NIA-യുടെ പരിധിയിലേക്ക് ഈ കേസ് പോകുന്നു എന്ന സാഹചര്യം, വലിയ പ്രതിഷേധമുണ്ടാകും. ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധത്തിനപ്പുറം ഈ പ്രതിഷേധ പരിപാടികളും നടപടികളുമെല്ലാം ആളിക്കത്തും. സഭ കുറച്ചുകൂടെ ഉച്ചത്തിൽ പ്രതിഷേധ സ്വരം ഉയർത്തും എന്നതിൽ തർക്കമില്ലല്ലോ. സംസ്ഥാനത്തെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ ഒരുമിച്ച് ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പ്രതിഷേധങ്ങൾക്കാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കത്തോലിക്ക ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവൻ പരിസരത്തേക്ക് വായ് മൂടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു മൌന പ്രതിഷേധ ജാഥയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ സഭയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, അതോടൊപ്പം തന്നെ ബെസേലിയസ് മാർ ക്ലിമ്മിസ് കാതോലിക്ക ബാബ, അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ മൌനജാഥയുടെ ഭാഗമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സഭയുടെ വിവിധ കേന്ദ്രങ്ങളിലുള്ള സന്യസ്ത വിഭാഗങ്ങൾ, ആത്മായ പ്രവർത്തകർ, സഭാ വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ ഈ മൌനജാഥയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒരു മുന്നറിയിപ്പ് നൽകുക എന്ന ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കത്തോലിക്ക സഭ സംസ്ഥാന വ്യാപകമായി തയ്യാറെടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായാണ് തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം ഈ പ്രതിഷേധ പരിപാടി നടക്കുന്നത്. സമാനമായ തരത്തിൽ
കൊച്ചിയിലും അതോടൊപ്പം മറ്റ് സഭാ ആസ്ഥാനങ്ങളിലുമൊക്കെ ഈ പ്രതിഷേധ പരിപാടികൾ നടക്കും. മാത്രമല്ല കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രൈസ്തവ സഭയുടെ പ്രതിനിധികൾ ഇതിലുള്ള കൃത്യമായ പ്രതിഷേധം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ സന്യസ്തർക്കെതിരായ ഈ 2 കന്യാസ്ത്രീകൾക്കെതിരായ നടപടി കടുപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പ്രതിഷേധവും സമാനമായ തരത്തിൽ തന്നെ കൂടുതൽ കടുക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെയാണെങ്കിൽ അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമോ എന്നതിൽ മാത്രമാണ് ഒരു അവ്യക്തത ബാക്കിയാകുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരള BJPയും പരിവാർ സംഘടനകളും നേർക്കുനേർ വരുന്നു എന്നൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. കന്യാസ്ത്രീകൾ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടത്തിയിട്ടില്ലെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് RSSും ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും തള്ളി. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ കേരള BJPയുടെ ക്രൈസ്തവ നയതന്ത്രം പൊളിയുമെന്ന് വന്നതോടെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടത്. കന്യാസ്ത്രീകൾ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ കേരള BJPയുടെ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് സംഘപരിവാർ സംഘടനയായ ഹിന്ദു ഐക്യവേദി. പല കാര്യങ്ങളിലും BJP നിലപാടുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നതല്ലല്ലോ ഹിന്ദു ഐക്യതയുടെ നിലപാട്. കേസ് അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപേ ഈ ആരെയും കുറ്റവിമുക്തരാക്കാൻ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ആർക്കും അംഗീകരിക്കാൻ സാധ്യമല്ല. അതിനാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. വിവിധ സംഘപരിവാർ സംഘടനകൾ എതിർപ്പ് പരസ്യമാക്കിയതോടെ BJPയും നിലപാട് മയപ്പെടുത്തി. കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കിയ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ദൗത്യസംഘ തലവൻ അനൂപ് ആന്റണി തന്നെ മയപ്പെടുത്തി. ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിൽ വരുമല്ലോ, എന്നിട്ട് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ അന്വേഷിക്കട്ടെ. അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ വളരെ വിശദമായ അന്വേഷണം നടത്തും. അവർ ഏത് രീതിയിലുള്ള അന്വേഷിക്കാനും അതിന് എന്ത് പിന്തുണ കൊടുക്കാനും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. ആ അന്വേഷണം വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഇല്ലയോ ഇതെല്ലാം കൃത്യമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് വരട്ടെ. അത് നമുക്കാക്കാം. ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധത്തിൽ BJP നിലപാടിലെ ഇരട്ടത്താപ്പ് മറ്റു പാർട്ടികൾ ഉന്നയിക്കുമ്പോഴാണ് സംഘപരിവാർ സംഘടനകൾക്കിടയിലെ ഭിന്നത BJPക്ക് തലവേദനയാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദുരൂഹത ഒഴിയാൻ ആഴത്തിൽ പരിശോധന. ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലപാതകം നടന്നുവെന്ന വെളിപ്പെടുത്തലിൽ മണ്ണ് നീക്കിയുള്ള 2ാം ഘട്ട പരിശോധന പുരോഗമിക്കുകയാണ്. നേത്രാവതി പുഴയോരത്തായിരുന്നു ഇന്നലെ തെരച്ചിൽ നടത്തിയതെങ്കിൽ ഇന്ന് വനമേഖലയോട് ചേർന്നാണ് തെരച്ചിൽ. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വനമേഖലയിൽ മാത്രം 10 ഇടങ്ങളിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. KV ബൈജു ധർമ്മസ്ഥല സ്നാനഘട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇന്നലെ മണ്ണ് നീക്കിയുള്ള പരിശോധന നടന്നു. ഇന്ന് വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുന്നത്. ഇന്നത്തെ പരിശോധന എവിടെ വരെ എത്തി നിൽക്കുന്നു? തീർച്ചയായും ആര്യ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഇന്ന് പൂർണ്ണമായും വനമേഖല കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ മണ്ണെടുത്തുള്ള പരിശോധന നടക്കുന്നത്. 11 മണിയോടുകൂടി തന്നെ SIT സംഘം ശുചീകരണ തൊഴിലാളിയുമായി ഇവിടെ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യം ഞാനിപ്പോൾ നിൽക്കുന്ന സ്നാനഘട്ടയിലെത്തി. അതിനുശേഷം ചില കൂടിയാലോചനകൾ നടത്തി. അതായത് 1ാമത്തെ പോയിന്റിലായിരുന്നു ഇന്നലെ പരിശോധന നടത്തിയത്. ഇത് നേത്രാവതി പുഴയുടെ തൊട്ട് സമീപത്തായുള്ള ഒരു പോയിന്റാണ്. അവിടെ വലിയ തോതിൽ 2 അടി മണ്ണ് കുഴിക്കുമ്പോൾ തന്നെ വലിയ തോതിൽ വെള്ളം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാന അവസ്ഥയാണ് 2ാമത്തെ പോയിന്റും. അതുകൊണ്ട് തന്നെ 3 മുതൽ അങ്ങോട്ടുള്ള പോയിന്റുകളാണ് ഇപ്പോൾ ഈ വനമേഖലയിലുള്ളത്. അതിൽ 13 റോഡിന് സമീപമായുള്ളത്. പക്ഷെ അത് റോഡിന്റെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ട് വലിയ തോതിൽ മണ്ണിട്ടതായ ഒരു സൂചനയുണ്ട്. പക്ഷേ അതുപോലെ വനത്തിനകത്തുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. അത് ഏതെങ്കിലും വർഷങ്ങളായി 15 വർഷം മുൻപ് ഉണ്ടായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അത് അവിടെ വലിയ നിർമ്മാണമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മണ്ണിടുന്ന സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ ഇന്ന് തീരുമാനിക്കുകയും നേരത്തെ ഒരു 11 മണിയോടുകൂടി സംഘം എത്തി അപ്പോൾ തന്നെ തെരച്ചിലിനിറങ്ങുകയും ചെയ്യുന്നതായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്നലെ ഈ കുഴിയിൽ വെള്ളം വരുന്ന സാഹചര്യത്തിൽ പിന്നീട് അത് ഒരു തെരച്ചിലേക്ക് പോകാൻ സാധിക്കാത്ത ഘട്ടം വന്നതോടുകൂടിയാണ് തെരച്ചിൽ നിർത്തിവെച്ചത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. വനമേഖലയാണ്. പ്രത്യേകിച്ച് അവിടെ മറ്റ് നിർമ്മാണ പ്രവൃത്തികളൊന്നും നടന്നിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ അവിടെ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ ശുചീകരണ തൊഴിലാളി രാവിലെ പറയുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ പരിശോധന ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമാണ്. ഏത് സമയത്തും അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിച്ചേക്കാം. ഏതായാലും ഇന്ന് മാധ്യമങ്ങൾക്കുൾപ്പെടെ ഇന്ന് പ്രവേശനമില്ല. വനത്തിനകത്ത് ആയതുകൊണ്ട് തന്നെ ആർക്കും പ്രവേശനമില്ല. പോലീസ്
സംഘവും ഫോറൻസിക് സംഘവും ഒപ്പം ശുചീകരണ തൊഴിലാളി മാത്രമാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു നിന്നിട്ടുള്ളത്. എന്തായാലും ഏത് സമയത്തും അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിച്ചേക്കാം. എന്തായാലും 13 ഇടങ്ങളിലാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടം എന്ന നിലയിൽ 13 ഇടങ്ങളിൽ പരിശോധന നടത്തും. അതിനുശേഷം മാത്രമേ മറ്റിടങ്ങളിൽ മാർക്ക് ചെയ്യുന്ന നടപടികളുമായി മുന്നോട്ട് പോകൂ എന്നാണ് SIT സംഘം പറയുന്നത്. ഇതിൽ DGPയുമായി ഇവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് സംസ്ഥാന DGP ആണ്. അതുകൊണ്ട് തന്നെ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടത്തുന്നതെന്ന് പറയേണ്ടി വരും. നിലവിൽ തൊഴിലാളികളെ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടത്തുന്നത്. അത് പ്രായോഗികമല്ലെങ്കിൽ JCB മിനി JCB ഉൾപ്പെടെ ഇവിടെ എത്തിച്ച് പരിശോധന നടത്താനാണ് തീരുമാനം. ആര്യ. KV ബൈജു ആണ് വിശദാംശങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്ന് ചേർത്തത്. എന്തായാലും 13 ഇടങ്ങളിൽ നിർണായകമായ മണ്ണുമാന്തിയുള്ള തെരച്ചിൽ നടക്കുകയാണ്. നിർണായകമായ രേഖകൾ, തെളിവുകൾ ലഭിക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും സൗജന്യയുടെ അമ്മ പ്രതികരിച്ചു. അനീതിക്കെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്ന് പോരാടണമെന്നും എന്നാൽ മാത്രമേ നീതി നടപ്പിലാകൂവെന്നും ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മഹേഷ് ഷെട്ടി തിമിരോടി പറഞ്ഞു. SIT ತನಿಖೆಗೆ ಕಳಿಸಿದಂತ ನನಗೆ ಸಂತೋಷ ಆಗಿದೆ. ಅದರ ಜೊತೆಗೆ ನನ್ನ ಮಗಳಿಗೂ ಕೂಡ ತನಿಖೆ ಆಗಬೇಕು, ನನಗೆ ನ್ಯಾಯ ಸಿಗಬೇಕು. ಇಲ್ಲಿ ಆದಂಥ ಎಷ್ಟು ವರ್ಷದಿಂದ ಆದಂಥ ಮಕ್ಕಳ ಅತ್ಯಾಚಾರ ಮಾಡಿ ಕೊಲೆ ಮಾಡಿದಂಥ ಮಕ್ಕಳಿಗೆ ಕೂಡ ಇದರಲ್ಲಿ ನ್ಯಾಯ ಸಿಗಬೇಕು. ಅದರ ಜೊತೆಗೆ ನನ್ನ ಮಗಳಿಗೂ ಕೂಡ ನ್ಯಾಯ ಸಿಗಬೇಕು. ಇದು ತನಿಖೆ ಮಗಳದು ಕೂಡ ತನಿಖೆ ಆಗಬೇಕಂತ ನಾನು. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ കൂടുതൽ സ്ത്രീകളുടെ തിരോധാനവും അന്വേഷണ പരിധിയിൽ. ബിന്ദു പത്മനാഭനും ജൈനമ്മയ്ക്കും പുറമെ 13 വർഷം മുൻപ് കാണാതായ ചേർത്തല വാർനാട് സ്വദേശി ഐഷയ്ക്കായാണ് തെരച്ചിൽ. പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്ന ഇവർ സ്ഥലമിടപാടിനായി അറസ്റ്റിലായ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് സൂചന. ബിന്ദുവിന്റെ തിരോധാനം അന്വേഷിച്ച ചേർത്തല പോലീസിൽ തന്നെയാണ് ഐഷയുടെ കുടുംബവും പരാതി നൽകിയതെങ്കിലും അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല. മെയ് 21 അമ്മയെ കാണാനില്ലെന്ന പരാതിയുമായി ഐഷയുടെ മക്കൾ ചേർത്തല പോലീസിനെ സമീപിക്കുന്നത്. വാർനാട്ടെ കുടുംബ വീടിനോട് ചേർന്ന് ഐഷ പുതുതായി സ്ഥലം വാങ്ങിയിരുന്നു. സ്ഥലമിടപാടുകളുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ഐഷയെ സമീപിച്ചിരുന്നുവെന്നാണ് പ്രദേശവാസികൾ സ്ഥിരീകരിക്കുന്നത്. ബിന്ദുവിന്റെ കേസ് നടക്കുന്ന സമയത്ത് ഈ ഐഷയുടെ അവിടെ സെബാസ്റ്റ്യൻ വന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞിടക്ക് ഒരു മോൻ വന്ന് ഇങ്ങനെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നുവെന്ന് അവിടെ വന്ന് പരിശ്രമം പറഞ്ഞായിട്ട് ഐഷ റിട്ടയർ ആയതാണ്. അവർ പെൻഷനും അങ്ങനെ ഉള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ കൈവശപ്പെടുത്തി കാണും. മുൻ പഞ്ചായത്ത് ജീവനക്കാരിയായ ഐഷ വിരമിച്ച് 2 വർഷത്തിനുള്ളിലാണ് സ്ഥലം വാങ്ങുന്നത്. പുരയിടത്തിൽ വീട് നിർമ്മാണം ആരംഭിക്കുന്നതിനായി അടിത്തറ കെട്ടിയിരുന്നതായി കുടുംബം പറയുന്നു. അവിടെ തന്നെ ഒരു ഷെഡ് നിർമ്മിച്ച് ഒറ്റയ്ക്കായിരുന്നു ഐഷ താമസിച്ചിരുന്നത്. 2012 മെയ് 13 ബാങ്കിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഐഷ പിന്നെ മടങ്ങി വന്നിട്ടില്ല. ആരാധനാലയങ്ങളിൽ എവിടെയെങ്കിലും പോയതാകാമെന്ന് ആദ്യം കരുതിയ ബന്ധുക്കൾ ഐഷ ദിവസങ്ങളായി മടങ്ങി വരാതായതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വാങ്ങിയ പുരയിടത്തിന്റെ പണം പൂർണ്ണമായി നൽകിയിട്ടില്ലെന്ന് പിന്നീട് മക്കൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. മകൻ ആ തുക കൂടി ഉടമയ്ക്ക് നൽകിയ ശേഷം പുരയിടം വർഷങ്ങൾക്ക് ശേഷം മറിച്ചു വിൽക്കുകയായിരുന്നു. ദല്ലാൽ കൂടിയായിരുന്ന സെബാസ്റ്റ്യനുമായി ഐഷയ്ക്ക് സ്ഥലവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഇതോടെ ബിന്ദു പത്മനാഭൻ ജൈനമ്മ തിരോധാനങ്ങൾക്കൊപ്പം ഐഷ കേസും സജീവ ചർച്ചയാവുകയാണ്. ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ വീട് പരിശോധിക്കാൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും RDOയുടെ അനുമതി തേടും. ജൈനമ്മ കേസ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പിടിവലിയാണ്. അതിലൂടെ ബിന്ദുവിലേക്കും ഐഷയിലേക്കും എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ചേർത്തല പോലീസിൽ നിന്നും ഐഷയുടെ കേസ് ഫയലും ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. സത്യം എപ്പോഴെങ്കിലും മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസിൽ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്. ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ പണയം വെച്ചതായി കണ്ടെത്തി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. 9 പവനോളം ആഭരണങ്ങളാണ് ജൈനമ്മയുടെ കൈവശമുണ്ടായിരുന്നത്. സമാനമായ അളവിൽ സെബാസ്റ്റ്യൻ വിവിധയിടങ്ങളിലായി പണയം വെച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി.
കടയുടമകളുടെ മൊഴിയും രേഖകളും ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തു. ഇതാണ് നിർണായക തെളിവായി മാറുന്നത്. സ്വർണത്തിന്റെ അടക്കം കൂടുതൽ പരിശോധന നടത്തി ജൈനമ്മയുടെ തന്നെയാണോ എന്ന പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പണം ലക്ഷ്യമിട്ടാണ് കൊലപാതകം നടത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ വിലയിരുത്തുന്നത്. സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് കോടതിയിൽ അപേക്ഷ നൽകി. 10 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ചത്. നാളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് നിഗമനങ്ങളിലെത്താനാണ് ശ്രമം. ഈ കാലയളവിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും DNA പരിശോധനാ ഫലവും ലഭിക്കുമെന്ന് അന്വേഷണ സംഘം കരുതുന്നു. DNA പരിശോധനാ ഫലമാണ് കേസിൽ ഏറ്റവും നിർണായകമെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതിൽ കൂടുതൽ വിശദീകരണവുമായി കാന്തപുരം. സനയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് വധശിക്ഷ റദ്ദാക്കിയതെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. ഷെയ്ഖ് ഹബീബ് ഉമർ ഹബീബിന്റെ ഇടപെടലാണ് കുടുംബവുമായി സംസാരിക്കാൻ അവസരം ഒരുക്കിയതെന്നും കുടുംബം അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമായതായും ദി ഫെഡറൽ എന്ന ഓൺലൈൻ പോർട്ടലിന് നൽകിയ അഭിമുഖത്തിൽ കാന്തപുരം വ്യക്തമാക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് കാന്തപുരം നടത്തിയ നിർണായകമായ ഇടപെടൽ അത് ഏത് തരത്തിലായിരുന്നു, ഏത് വഴിയിലൂടെയാണ് ഈ അനുകൂലമായ ഒരു ഘട്ടത്തിലേക്ക് തീരുമാനങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, പലതരത്തിലും ഈ കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായി എന്ന് പറയുമ്പോഴും പല കോണിൽ നിന്ന് പല സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഏത് തരത്തിലാണ് ഈ ഇടപെടൽ നടത്തിയത്? എങ്ങനെ അനുകൂലമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു? ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന് പോലും പലരും വിമർശനം ഉന്നയിക്കുകയും ചോദ്യം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ കൃത്യമായ ഒരു മറുപടി കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും കൃത്യമായ ഒരു വിശദീകരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അന്തരീക്ഷത്തിൽ അലയടിച്ചിരുന്ന പലവിധ ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്ത് തരത്തിലുള്ള ഇടപെടൽ നടത്തിയാണ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നത്? ഒപ്പം കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരുന്നോ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അറിയാതെയാണോ കാന്തപുരം ഇക്കാര്യങ്ങൾ ചെയ്ത്? കാന്തപുരം എങ്ങനെയാണ് ഈ സംഭവത്തിൽ ഇടപെട്ടത് എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഈ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം കൃത്യമായ ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. 16-ാം തീയതി നിശ്ചയിച്ചിരുന്ന വധശിക്ഷ ഒഴിവാക്കുന്നതിനായി സൂഫി പണ്ഡിതന്മാരും നോർത്ത് യമനിലെ നിയമവിദഗ്ധരുടെയും മറ്റും മാരത്തോൺ ഇടപെടലുകൾ, ചർച്ചകൾ എന്നിവയിലൂടെയാണ് ഇത്തരമൊരു അനുകൂല തീരുമാനത്തിലേക്ക്, അതായത് ആദ്യം വധശിക്ഷ മാറ്റിവെക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഷൈഖ് ഉമർ ബിൻ വഹബൽ എന്ന ഒരു പണ്ഡിതൻ, സൂഫി പണ്ഡിതനായ കാന്തപുരത്തിന്റെ പ്രതിനിധിയായ ഒരു ആൾ, അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ നിർണായകമായ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചതെന്നും കാന്തപുരം വ്യക്തമാക്കുന്നുണ്ട്. ഈ നിലവിലെ യമനിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ രക്ഷിക്കാൻ കൊല്ലപ്പെട്ടയാളുടെ നിയമപരമായ അവകാശികൾക്ക് മാത്രമേ കഴിയൂ. അത്തരമൊരു മോചനം നടപ്പിലാക്കണമെങ്കിൽ ആ കുടുംബത്തിന്റെ ഒരു സമ്മതം വേണം. അതിനുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. ഈ സൂഫി പണ്ഡിതന്മാരായ ആളുകളും ഗോത്ര തലവന്മാരും നോർത്ത് യമനിലെ ഭരണാധികാരികളും ഒക്കെ നിരന്തരം ഈ കുടുംബവുമായി ചർച്ചകൾ നടത്തുകയും ഈ വധശിക്ഷ തൽക്കാലം ഒഴിവാക്കുന്നു എന്ന രീതിയിലേക്ക് ആ കുടുംബം എത്തുകയും ചെയ്യുന്നു. ഈ കാര്യം പിന്നീട് കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് MS അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ട്. കേരളത്തിന്റെ നോവായ വയനാട് ദുരന്തത്തിന് 1 വയസ്സ്. ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിൽ ജൂലൈ 30-ന് ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു.
വൈകാരിക രംഗങ്ങൾക്കാണ് ഹൃദയഭൂമി സാക്ഷിയായത്. ഉറ്റവർ നിത്യനിദ്രയിലുള്ള മണ്ണിൽ നഷ്ടപ്പെടലിന്റെ വേദനയുമായി കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നു. മന്ത്രിമാർ പങ്കെടുക്കുന്ന അനുസ്മരണ യോഗം തുടരുകയാണ് അവിടെ. മായ്ക്കാനാകാത്ത മുറിവുമായി അതിജീവന പാതയിലാണ് മുണ്ടക്കയും ചൂരൽമലയും. മറ്റു വാർത്തകളിലേക്ക്. റഷ്യ, ജപ്പാൻ, അമേരിക്കൻ തീരങ്ങളിൽ ആഞ്ഞടിച്ച സുനാമി തിരമാലകൾ. റഷ്യയുടെ കാംചത് മേഖലയിലുണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്നാണ് സുനാമി രൂപപ്പെട്ടത്. ജപ്പാനിലെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപക നാശം. റഷ്യയിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അമേരിക്കയുടെ ഹവായ് തീരത്തടിച്ച സുനാമിയിൽ നിലവിൽ നാശനഷ്ടങ്ങളില്ലെന്ന് ഗവർണർ വ്യക്തമാക്കി. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുകയാണ്. അജയ്, വലിയ ഭൂകമ്പമാണ് ഉണ്ടായത്. അതിനെ തുടർന്നുണ്ടായ സുനാമി വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. നിലവിൽ ഇനി വരാൻ പോകുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഏത് തരത്തിലാണ്? വലിയ നാശനഷ്ടമല്ലേ ഈ രാജ്യങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തത്? ആര്യ, നിലവിൽ ഈ അമേരിക്ക, റഷ്യ, അതുപോലെ തന്നെ ജപ്പാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ തീരത്താണ് സുനാമി തിരമാലകൾ വീശി അടിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ജപ്പാന്റെ തീരങ്ങളിൽ തന്നെയാണ്. ജപ്പാന്റെ ഒരു തുറമുഖമായിട്ടുള്ള കുജി പോർട്ട്, അവിടെ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യയുടെ തീരപ്രദേശത്തെ പട്ടണമായിട്ടുള്ള സെവറോ കുറിൽസ്ക് എന്ന് പറയുന്ന സ്ഥലം, ഇവിടെയും കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഭൂചലനത്തിൽ ഒരു കിൻഡർ ഗാർഡൻ പൂർണ്ണമായിട്ടും തകർന്നു വീഴുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്ക് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആരും ഇതുവരെ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ റഷ്യയിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രികളിലെല്ലാം പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെ ഹവായ് തീരത്താണ് ശക്തമായിട്ടുള്ള സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചത്. ഇവിടെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. അത് കാരണം ഇവിടെയുള്ള ടൂറിസ്റ്റുകളെയും അതുപോലെ സ്വദേശികളെയും ിട്ടുണ്ട് കൂടുതൽ പേരെ ഉയരമുള്ള മേഖലകളിലേക്ക്, കുന്നുകളിലേക്ക്, അതുപോലെ തന്നെ കെട്ടിടങ്ങളിലെ മുകൾ നിലയിലേക്കെല്ലാം മാറാനായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ സുനാമി തിരമാല അടിച്ചെങ്കിലും അമേരിക്കൻ തീരങ്ങളിൽ നിലവിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാലിഫോർണിയയുടെ തീരത്തും നിലവിൽ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജപ്പാനിൽ ഇപ്പോൾ 1 മണിക്കൂർ ഇടവിട്ടിട്ട് ഈ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഇടവേളകളിലുള്ള തിരമാലകൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അജയ് സുധ ബിജുവാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം. സകലമാന കേരളം ദിൽന ചേരും. നമസ്കാരം.